എൻ്റെ പേര് അനുമതി. ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാനൊരു വീഡിയോ വന്നത്. ഇതെൻ്റെ അവസാനത്തെ വീഡിയോയാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ വീഡിയോ, റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു പെങ്കൊച്ചിൻ്റെ വീഡിയോ പോലെയുള്ളതാണ്. ഇതെന്താ സംഭവം എന്നൊന്ന് നോക്കി വെക്കാം. മുപ്പത്തിയൊരു ക്യാമറയൊക്കെ റെഡിയാക്കി, ആംഗിളൊക്കെ കറക്റ്റാക്കി സെറ്റാണ്, അടിപൊളിയാണ്. നേരെ ഒന്നും റെഡി 1 2 3 സ്റ്റാർട്ട്. ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാനൊരു വീഡിയോ വന്നത്. ഇതെൻ്റെ അവസാനത്തെ വീഡിയോയാണ്. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു. പക്ഷെ അതിനു മുൻപ് എൻ്റെ മരണത്തിൻ്റെ കാരണം നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു തെറ്റ് പറ്റി, ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു തെറ്റ്. ഞാൻ ഷാനിൻ്റെ ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. എനിക്കവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എൻ്റെ മമ്മയേക്കാൾ. സംഭവം പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു സാധനമാണ്. തേപ്പ് പരിപാടിയാണ്. ഒരുത്തരം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, അവൻ തേച്ച് പോയി, അങ്ങനെ എന്തോ ഒരു സാധനത്തേക്കാണ് ഇത് വരണത്. എന്നെക്കാളേറെ ഞാനവരെ സ്നേഹിച്ചു, വിശ്വസിച്ചു. ചോദിച്ചതെല്ലാം ഞാൻ അവന് കൊടുത്തു. എൻ്റെ കാശ് അവനെന്താ ചോദിച്ചത്? കാശ്, എന്താ വരെ സ്വർണം. ഞാനവന് കൊടുത്തു. പക്ഷെ നിങ്ങൾ ഈ ലോകത്ത് ഒരാളിനെ അന്ധമായി വിശ്വസിക്കരുത്. ഇനി ഒരു മൂഞ്ചി ഉപദേശം കൂടി പറയുന്നുണ്ട്, ഒരാളെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്. അതായത് ആണുങ്ങളൊക്കെ തേച്ചു പോവും, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളത് എടുക്കുന്നതെങ്കിൽ എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഒരു ഉപദേശം ഇവിടെ വരുന്നുണ്ട്, ഒരാളെയും വിശ്വസിക്കരുത്. വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ സ്വർണം പണമൊക്കെ കൊടുക്കേണ്ടി വരും. ഈ അവനവൻ്റെ സ്വർണ്ണം എന്ന് പറയുന്നത് സ്വയം ഉണ്ടാക്കിയ സ്വർണ്ണമാണോ അതോ വീട്ടുകാർ ഉണ്ടാക്കി തന്ന സ്വർണ്ണമാണോ? വീട്ടുകാരുണ്ടാക്കി തന്ന സ്വർണ്ണമാണെങ്കിൽ അത് നമ്മുടെ സ്വർണ്ണം ആവില്ല, അവരുടെ കാശല്ലേ. നമ്മൾ വേറൊരു വ്യക്തി, വീട്ടുകാർ വേറെ വ്യക്തികൾ ആണല്ലോ. അപ്പോൾ നമ്മുടെ സ്വർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുണ്ടാക്കിയ സ്വർണ്ണമാണെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ സ്വർണ്ണമാണെങ്കിൽ, നമ്മൾ അധ്വാനിച്ച് കാശുണ്ടാക്കി അതുകൊണ്ട് വാങ്ങിയ സ്വർണ്ണമാണെങ്കിൽ നമ്മുടെ സ്വർണം ഓക്കെ. സ്വത്തും ശരീരവും മാത്രമാണ് അവർക്ക്. തെറ്റുപറ്റിയിട്ടാ ഞാൻ പറഞ്ഞത്, തെറ്റുപറ്റി. ഒരു തിരുത്തുണ്ട്. എല്ലാവരും അങ്ങനെയല്ല എന്ന് ചേച്ചി ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ നോക്കിയിട്ട് ആ ചങ്ങായിയുടെ ഫോട്ടോ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അത് കിട്ടുന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കാണാനില്ല. ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഇനിയുള്ള സംഗതി കേട്ടോ, ഇതിൽ ഇനിയുള്ള സംഗതിയാണ് മഞ്ജനെ ആകെ തൂറാൻ മുട്ടിപ്പിക്കുന്ന ഒരു പരിപാടി വരുന്നു. കട്ട് എന്നൊരു സാധനം കേട്ടോ, അവളുടെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ ഇത് സംഗതി ആക്ടിങ് ആണ്, പക്ക ഡ്രാമയാണ്. ഈ വീഡിയോ നമുക്ക് മനസ്സിലാവുന്ന സാധനം ഇത് പക്ക ആക്ടിങ് ആണ്, ഡ്രാമയാണ്. അതായത് ഈ പെങ്കൊച്ചിൻ്റെ ആക്ടിങ് സ്കില്ല് കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, അടിപൊളിയാണ്, ഓക്കെ, നല്ല അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഉണ്ടാക്കുന്നൊരു ഇഫക്റ്റ് ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ഇത് നാളെ യൂട്യൂബിൽ ആളുകൾ
കാണുമ്പോൾ 26K എന്തോ പോയിട്ടുണ്ട്. ചെറിയ യൂട്യൂബ് ചാനലാണ്, 990 എന്തോ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോ ആണിത്. ഇത് 26K ആളുകൾ വ്യൂസ് ഉണ്ട്. ഈ സാധനം 26K വ്യൂസുള്ളൊരു വീഡിയോ ആണ്. ഇത് കാണുമ്പോൾ ആളുകൾക്ക് എന്താ തോന്നുക, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അവസാനം അവൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ലോകത്തോട് വിളിച്ച് പറയണേ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എനിക്കൊരു തേപ്പ് കിട്ടി, എൻ്റെ സ്വർണം പോയി, എൻ്റെ ശരീരമാണ് അവന് വേണ്ടിയിരുന്നത്, എൻ്റെ കുറേ പണം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ ആളുകൾക്ക് തോന്നുന്നു. ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, 70ഓളം കമൻറ്റുകൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്നത് തുടക്കത്തിലേ തോന്നി ഇത് നാടകമാണെന്ന്, പക്ഷേ പിന്നെ വേറെ സാറാണ് അഭിനയമാണെന്ന്, അങ്ങനെ കുറേ അത് എല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കമൻറ്റുകളാണ് അതിൽ ഭൂരിഭാഗം വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഈ വീഡിയോൻ്റെ അവസാനത്തെ ഇപ്പോൾ ക്യാമറയുടെ അടുത്ത് വന്നിട്ട് ഓഫ് ചെയ്യുന്നില്ലേ, ആ കറക്റ്റ് ഓഫ് ചെയ്തത് വെച്ചിട്ട് ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് അതാണ് പോസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അതുണ്ടാക്കണ ഒരു ഇഫക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. റിലേറ്റീവ്സ് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്തായിരിക്കും, ഏത് കോലത്തിലാണ് അത് എങ്ങനെ പോവുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആത്മഹത്യ ശ്രമത്തിന് നല്ലൊരു പണി വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇത് കൂടെ പഠിച്ച ആളുകളോ ടീച്ചേഴ്സോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ആളുകൾ ആരെങ്കിലുമായിട്ട് കാണില്ല, ഫ്രണ്ട്സൊക്കെ കാണുന്ന സമയത്ത് വീട്ടുകാർക്ക് കോള് വരും അല്ലേ. ഈ കൊച്ചി താമസിക്കുന്ന ആ വീട്ടിലെ ആളുകൾക്ക് എത്ര കോള് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്കൊന്ന് കണ്ടൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അത് ഓക്കെ ആ കോലത്തിൽ ഇടുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു മര്യാദ ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണെന്നുള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഓക്കെ. അത് അവസാനത്തെ ആ എക്സ്പ്രഷൻ നമ്മൾ മനസ്സിലാക്കണം, അത് ആക്ടിങ് സ്കില്ലിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ അവസാനത്തെ ആ ക്യാമറ ഓഫ് ചെയ്യുന്ന കട്ട് പറയുന്നുണ്ടല്ലോ, ആ സാധനം, ആ കട്ട് പറയണ ഒരു സാധനം നമുക്ക് കിട്ടിയില്ല വിചാരിക്കുക, അവസ്ഥ എന്തായിരിക്കും. നമ്മൾ ഈ കൊച്ചിനെ കുറിച്ച് അന്വേഷിക്കും, യൂട്യൂബ് ചാനലിലേക്ക് ആളുകൾ വരും, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരും. ആ ഒരു സാധനമാണോ ചേച്ചി, എന്താ സംഭവം എന്നാവോ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ആരാണോ ചേച്ചീനെ പ്രേരിപ്പിച്ചത് അയാൾക്കും ചേച്ചിക്കും ഒരു കുതിരപ്പോവൻ, അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയില്ല. ഇമാതിരി നാറിത്തരായിട്ട് ദയവ് ഇത് ഇറങ്ങരുത് സോഷ്യൽ മീഡിയയിൽ. ഇത് കാണുമ്പോൾ ആളുകളെ വല്ലാണ്ട് അവരെ സ്വാധീനിക്കും. അവർക്കത് ഇപ്പോൾ നമ്മൾ പറയൂലേ, ഇത് കാണുമ്പോൾ നാളെ ഇപ്പോൾ ഒരാൾ ഇതിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരാളൊരു വീഡിയോ ചെയ്യാണ്, ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങാണ്, ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് വിശ്വസിക്കേണ്ടത്. എന്തായാലും സംഭവം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ക്രിഞ്ചടിച്ചു. എന്ത് തേങ്ങ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മളിപ്പോൾ കുറേ പീഡന കേസുകളുടെ കാര്യങ്ങളും ആത്മഹത്യകളുടേതും അങ്ങനെയുള്ള കുറേ ന്യൂസ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാർത്താ ചാനലുകളിലൊക്കെ ഇതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോസൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സാധനം വരുമ്പോഴേ എന്തായാലും യൂട്യൂബ് ചാനലിൻ്റെ പക്ക മാർക്കറ്റിംഗ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള ഒരു സാധനമാണ് ഇവിടെ. എന്തായാലും ഒരുപാട് വ്യൂസ് നിങ്ങൾക്ക് ഇനിയും കിട്ടട്ടെ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടട്ടെ. നിങ്ങളുടെ ചാനൽ 1 മില്യനോ 2 മില്യനോ 10 മില്യനോ 100 മില്യനോ അടിച്ചിട്ട് അങ്ങോട്ട് കയറട്ടെ എന്ന് നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ശരിക്കൊരു പ്രശ്നം ഉണ്ടായി വിചാരിക്കുക. നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിലോ ഒരു ലൈവിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും വന്നിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് ആക്ടിങ് ആയിട്ട് എടുക്കുള്ളൂ. കേട്ടിട്ടില്ലേ, പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ടേ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ നോക്കിയ ആളുകൾക്ക് ശരിക്കും പുലി വന്നിട്ടുണ്ടെങ്കിൽ ആ പുലി പിടിച്ച് തിന്നും. മനസ്സിലാവുണ്ടോ? അപ്പോൾ മനസ്സിലാവും എന്താണ് ഇതിൻ്റെ. എന്തായാലും അടിപൊളിയാവട്ടെ ഗായ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.